നമ്മുടെ അമ്മമാര് ചെയ്ത് തന്നെ പോലെ ആവില്ല, അവർ ചെയ്ത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അമ്മ ചെയ്ത് തന്നെ പോലെ ആവില്ല വേറെ ആയിരിക്കും. അമ്മ ചെയ്ത് തന്നെ മഞ്ഞൾ ഇതിൽക്കിടാനുള്ള മഞ്ഞളാട്ടാ കുളിക്കാനുള്ള എനിക്ക്. പക്ഷെ കറണ്ട് പോയ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നേരം വെളുത്ത് ഞങ്ങളെല്ലാവരും എണീറ്റു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിച്ചി എനിക്ക് വീട്ടിൽ ചെയ്തു തരുന്ന ചെറിയ ചെറിയ പ്രസവ രക്ഷകളാണ്. അത്ര വലിയ പ്രൊഫഷണലൊന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെറിയ രീതിയിൽ അമ്മിച്ചിക്ക് പറ്റുന്ന രീതിയിലുള്ളത് ചെയ്ത് തന്നതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് അതന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി കുളിക്കാനുള്ള പരിപാടികൾ നോക്കണ്ടേ? നോക്കാൻ വേണ്ടി മഞ്ഞൾ അരയ്ക്കാൻ വേണ്ടി കരണ്ട് വയ്ക്കാം മിക്സിയിലേക്ക്. പച്ചമഞ്ഞളും കുഴമ്പിൽ തേക്കാൻ വേണ്ടിയിട്ട് അതിന് കരണ്ട് പോയത്. ഇനി കരണ്ട് വന്നിട്ടുണ്ട്. കരണ്ട് വരുമ്പോഴേക്കും ഉണ്ണിയുള്ള എനിക്ക് നമുക്കത് പച്ചമഞ്ഞളിന് പകരം മറ്റേ മഞ്ഞപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് കണ്ട, ഇത് ധന്യങ്കരം കഷായവും ദശമൂലാരിഷ്ടം ജീരകരിഷ്ടം അല്ല, ഇത് അരിഷ്ടം കഷായം കേട്ടാ. ഈ സാധനം രാവിലെ 6 മണിക്ക് കഴിക്കണം. 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും കഴിക്കണം കഷായം. അവളുടെ മരുന്നുകളും പ്രസവരക്ഷയ്ക്കുള്ള കഷായ അരിഷ്ടം സ്റ്റാർട്ടിങ് തുടങ്ങാൻ പോകുന്നുണ്ട്. അതുപോലെ കുഴമ്പിടലും അങ്ങനത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതെ, ഇതിൽ 15 മില്ലി ഇതെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കണേ. വലിയ രസമൊന്നുമില്ല. ഗുളികയും കൂട്ടണം. ഒരു ഗുളികയുണ്ട്, ആ ഗുളിക മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കണം. ഇത് വലിയ രസമല്ലേ, പക്ഷെ ഈ അരിഷ്ടല്ലേ ഇത് കഴിക്കാൻ മധുരം ഉണ്ടെന്ന്. അരിഷ്ടം 2 സൈസ് അരിഷ്ടങ്ങൾ കൂട്ടിയിട്ടുണ്ട്. 2 കുപ്പി വെച്ചാൽ മതി. ഈ 2 കുപ്പി 15 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പം ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഇത് അളവ് ഗ്ലാസ്സിലാക്കിയിട്ടാണ്, പക്ഷെ ഇത് വലിയ രസമൊന്നുമില്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല എന്നാണ് ഞാൻ കുടിക്കണം. മറ്റേ ബ്രാൻഡി കുടിക്കണോ അല്ലെങ്കിൽ കുടിക്കുന്ന സാധനം വലിയ രസമൊന്നുമില്ല. അപ്പയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ. ആദ്യമായിട്ട് അവൻ തന്നെ എനിറ്റ് വന്നിട്ട് ചിരിച്ചെനിറ്റ് വന്നു. അതായത് കരഞ്ഞ് എനിക്ക് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ള് പോക്കാണ്. ഇന്ന് ചിരിച്ചെനിറ്റ് വന്നു, അതുകൊണ്ട് നല്ല ദിവസത്തെ വിളി തുടങ്ങിയാണ് ആള്. എനിറ്റു പിന്നെ ഇങ്ങനെ നടക്കണം അവന്. പച്ചമഞ്ഞള് പിന്നെ ആര്യവേപ്പിൻ്റെ ഇല അല്ലേ, അരിവേപ്പിൻ്റെ പച്ചമഞ്ഞളിട്ട് വെള്ളം തിളപ്പിക്കണം. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കുഴമ്പിട്ടിട്ട് ഉള്ള മരയ്ക്കായിരുന്നു, ദേഹമൊക്കെ മരയ്ക്കായിരുന്നു. അത് ഇപ്രാവശ്യം അതിന് പകരം എണ്ണയിൽ മഞ്ഞപ്പൊടി ഇട്ട് കുഴമ്പാക്കി എടുത്തിട്ട്, മഞ്ഞപ്പൊടിയല്ല പച്ചമഞ്ഞൾ ഇട്ടിട്ട് കുഴമ്പാക്കി എടുക്കണം. അപ്പൊ ഇപ്രാവശ്യം മരയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കടലമാവ് യൂസ് ചെയ്തിട്ട് മഞ്ഞളൊക്കെ കളയും. അപ്പൊ കടലമാവ് ഇട്ട് സോപ്പ് മറ്റേ മുന്നേ ഇഞ്ചിയൊക്കെ ഇട്ടല്ലോ ഇടയ്ക്ക്. ഇപ്പൊ അതിന് പകരം കടലമാവ് ഇട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ആ മൊത്തം മഞ്ഞളൊക്കെ പൊക്കോളും, കുഴമ്പൊക്കെ പൊക്കോളും. കഴിഞ്ഞ പ്രാവശ്യം കുഴമ്പിട്ടിട്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല, 4-5 ദിവസം ഇടാൻ പറ്റുള്ളൂ. നിർത്തി. അപ്പൊ ഈ പ്രാവശ്യം എണ്ണയാക്കി മാവ് മുഖത്ത് ഇട്ട് മഞ്ഞളിട്ട് കഴിയുമ്പോൾ മുഖത്തിനൊക്കെ ചെറിയ ഗ്ലോ പോലെ വരും. നല്ലതത്, നല്ല സാധനമാണ് മഞ്ഞൾ പറ്റി കഴിയുമ്പോൾ. നമ്മുടെ ഇവിടെ തന്നെ പറിച്ച മഞ്ഞളാട്ടാ, പച്ചമഞ്ഞൾ. ഇപ്പം നമ്മൾ പൊട്ടിച്ചിട്ട് ആര്യവേപ്പ് പൊടി ഉണ്ടായി കേട്ടോ. ആര്യവേപ്പ് വലിമിച്ച് കൊടുത്താക്കി ചെയ്തേ. അപ്പോൾ അത് ഫ്രിഡ്ജിലിങ്ങനെ കവറിലാക്കി വെച്ചാൽ വാടാണ്ടിരുന്നോളും. എങ്ങടാ വിളിക്കണേ? ആരാ? ആര്യവേപ്പ് എടുക്കാനാ? ആൻറ്റീനെ വിളിക്കാനാ? ആൻറ്റി വന്നിട്ടുണ്ട് ഇവിടെ, ആൻറ്റി അച്ചാച്ചനും വന്നിട്ടുണ്ട്, ഡിന്നി ആൻറ്റി ഷിബി അച്ചാച്ചനും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ചേട്ടൻ. അവൻ എനിക്ക് കഴിഞ്ഞാൽ അവളെ വിളിച്ചിട്ട് അവളെ കൊണ്ടു നടക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്. ഹാപ്പി സെറ്റി ബുക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ആദം ബേബിയുടെ അപ്പയുടെ ബർത്ത്ഡേ ഏട്ടാ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ പാടി കൊടുത്തേ. ഇത്ര നേരം അവൻ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരുന്നത്. ഇപ്പം നല്ല മൂടല്ല, ഇപ്പൊ പറഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യണില്ല. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ആദം ബേബി ഉണ്ടായിരുന്നു. ആദം ബേബി ഞങ്ങളെല്ലാവരും കൂടി കേക്ക് മുറിച്ചിട്ടുണ്ടായി. ഇപ്രാവശ്യം ആൾ ഒറ്റയ്ക്കുണ്ട്. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പാന്ന് പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ. അപ്പാന്ന് പറഞ്ഞേ കൊച്ചു 12
കൊച്ചിന്നലെ 12 മണി ഇപ്പൊ വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി അപ്പനെ വെച്ച് കൊച്ചിന്റെ ഉറങ്ങണ സമയം 1 മണി 1:30 ഇട്ട 12 മണിക്ക് കൊച്ചു വിഷ് ചെയ്തിട്ടുണ്ടായി. കഴിഞ്ഞിട്ട് എന്തൊക്കെ മരുന്നുകൾ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ആട്ടിറച്ചിയുടെ മരുന്ന് അതെനിക്ക് ഇഷ്ടമായി, അത് കഴിച്ചു. പിന്നെ ഇടിമരുന്ന് ഇതൊക്കെ പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോ മറ്റേ ചൊട്ടയില്ലേ, ചൊട്ട തെങ്ങിന്റെ പൂക്കല, തെങ്ങിന്റെ പൂക്കൊല അത് അടിച്ച് പിഴിഞ്ഞ് തന്നിട്ടുണ്ടായി. തണ്ടല് വേദനയ്ക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെടുത്തിട്ട് മരുന്ന് ഉണ്ടാക്കും. ചൊട്ടലേഹ്യം എന്നങ്ങാണ്ട പറയാ അല്ലെ. ചൊട്ടലേഹ്യം, ഇടിമരുന്ന്, എന്നിട്ട് ഉള്ളിലേഹ്യം, ചുക്കും ചക്കര. അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അത് ഉണ്ടാക്കാന്ന് വെച്ചപ്പോ ഇവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവള് ഈന്തപ്പഴം ഉള്ളിയും കൂടി ഉള്ളിലേക്ക് അപ്പൊ അവള് അത് വേണ്ടെന്ന് പറഞ്ഞ അവള് ഈന്തപ്പഴമായിട്ട് തിന്നു. ലേഖ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇടിമരുന്നും ചുക്കൊരു വയറുണങ്ങാനാന്ന് പറയുന്നത്. അത് അവൾക്ക് വേണ്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതുണ്ടാക്കിയില്ല. ഞാൻ എനിക്ക് കഴിച്ചാണ് വരുന്നവളുണ്ട് അവൾക്ക് ഉണ്ടാക്കണം. ചുക്കും ചക്കരയും ഉള്ളിലേക്ക് അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് നമുക്ക് കാൽഷ്യത്തിന്റെ അയണിന്റെയും ടാബ്ലറ്റ് എടുത്താനുണ്ട്. ഒരു ഡെലിവറി കഴിഞ്ഞൊരു 6 month ഈ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയും. അപ്പം ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ് അവർ പറയണേ. പക്ഷേ നമ്മുടെ പാരൻസിന് അത് അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവരുടെ മക്കൾക്ക് കിട്ടണമെന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ കാലത്ത് അതൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. അതായത് അവർക്ക് അതിൻ്റെ അതായ ആരോഗ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, ആരോഗ്യ ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യണമെന്ന് നമ്മളോട് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പുച്ഛിക്കുള്ളൂ, വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുള്ളൂ. ഞാൻ പിന്നെ പുച്ഛിക്കണമെന്നില്ല, ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കണേ. ഉമ്മ, അമ്മേ, ഉമ്മ, ഉമ്മ, ആ ഉമ്മ, 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 തട തട ഉമ്മ. മഞ്ഞൾ ഇതിലേക്ക് ഇടാനുള്ള മഞ്ഞളാട്ടാ, കുളിക്കാനുള്ള എനിക്ക്. പക്ഷെ കറണ്ട് പോയേക്കാ. ഇത് കുളിക്കാനുള്ള മഞ്ഞളും പിന്നെ ഇതിന് ആര്യവേപ്പ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ നിന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം വാഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആര്യവേപ്പ് പിന്നെ അതിന് ശേഷം ഈ മഞ്ഞൾ തന്നെ ചതച്ച് അരച്ച് മിക്സിയിൽ അരച്ച് പറ്റും. പിന്നെ കുടമ്പായിട്ട് മിക്സ് ചെയ്തിട്ട് പറ്റും. അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം ചെയ്യണുണ്ട്. കുറച്ച് കൂടിപ്പോയില്ലോ, വെളിച്ചെണ്ണ കുറച്ച് നന്നായി മസാജ് ചെയ്താൽ നല്ല തണുപ്പ് കിട്ടും തലയ്ക്ക്. അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല അരച്ച് വെക്കല്ല, എടുത്തിട്ടിട്ടുണ്ട്. വേഗം അടിച്ചപ്പോൾ കറണ്ട് കുളിയൊക്കെ കഴിഞ്ഞില്ലേ, മുഖത്ത് കണ്ട ചെറിയൊരു ഗ്ലോയിങ്ങില്ലേ. കുളി കഴിഞ്ഞു, കുളി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ പരിപാടി മിക്കതും കുളി കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ബേബീസ് 2 പേര് എണിച്ചിട്ടുണ്ട്. ഒരു ബേബി എണിച്ചിട്ടുണ്ട്. അടുത്ത ബേബിയോടെ കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരിക്കും ആയുർവേദത്തിന്റെ ഈ പ്രസവരക്ഷ ചെയ്തു തരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ 2 ഉണ്ണികളെ കൊണ്ട് പോകണം. പിന്നെ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ അമ്മമാർ ചെയ്ത് തന്നെ പോലെ ആവില്ല, അവർ ചെയ്ത് തന്നെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ അമ്മ ചെയ്ത് തന്നെ പോലെ ആവില്ല വേറെ ആരെങ്കിലും. അപ്പം എനിക്ക് അമ്മ ചെയ്ത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മയ്ക്ക് വയ്യായിക ഉണ്ട്. പക്ഷെ അമ്മച്ചി തന്നെയായിട്ട് പറഞ്ഞ ആരെയും നിർത്തണ്ടാന്ന്. ആരെയും നിർത്തി കഴിഞ്ഞ് ചിലവരത് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ അതുകൊണ്ട് അമ്മച്ചി തന്നെ പറഞ്ഞ വേറെ ആരും നിർത്തണ്ട, അമ്മച്ചിക്ക് തന്നെ. ദൈവമേ, അമ്മച്ചിക്ക് അമ്മച്ചിയുടെ അമ്മ അതന്നെ. അപ്പൊ ഞാൻ പ്രസവിച്ചെടുക്കുമ്പോ എന്റെ ചേച്ചിയും പ്രസവിച്ചെടുക്കണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ 2 പിള്ളേര് മൂത്തവരുണ്ടായിരുന്നു. ഇവരെ 2 പിള്ളേര് ഞങ്ങൾ പ്രസവിച്ചെടുക്കുന്ന ഞങ്ങളുടെ 2 പിള്ളേരും എല്ലാവരും നോക്കി പ്രസവം നോക്കിയതും പച്ചക്കറികളും നമ്മുടെ അമ്മാമേട്ടാ. പക്ഷെ എന്റെ അമ്മേനെ നോക്കി ആ സമയത്ത് അന്നൊരു കിണറുമില്ല. അല്ല, കിണറുണ്ട്, മോട്ടറോ പൈപ്പോ ഒന്നുമില്ല. വെള്ളം കിണറിൽ നിന്ന് കോരി ചെയ്ത് അത് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അത്രയ്ക്കൊന്നും. പക്ഷെ നമുക്കിപ്പോ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ വയ്യായികളുണ്ട്. പിന്നെ അമ്മാമ്മക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അമ്മച്ചിക്ക് പ്രശ്നങ്ങളുള്ള ഒരു പ്രശ്നമുണ്ട്. എന്നാലും അമ്മച്ചി അതൊക്കെ നോക്കുമ്പോ ഇതൊന്നും ഒന്നല്ല. പിന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ചെറിയ വീട്ടിലെ പ്രസവരക്ഷ
ഇവിടെ ഒരുത്തൻ ബാക്കിൽ നിൽക്കണ്ട ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഷെയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വലിയുണ്ടെങ്കിൽ ഇവൻ ബാക്കിൽ തന്നെ മുടി പിടിച്ച് വലിച്ചു വെക്കണ്ട രണ്ടുപേരും നേരത്തെ മുടി പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ 9 മണിയാകുമ്പോഴേക്കും ഇവളുടെ പരിപാടി കഴിയാറുള്ളത് ഇവര് രണ്ടുപേരും നേരത്തെ മര്യാദക്ക് കറണ്ട് ഇല്ല വെള്ളം ഒന്നും അങ്ങനെ ഇല്ല അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവിടെയും മഴയും കാര്യങ്ങളും മരം വീണ് ഓരോ പോസ്റ്റുകളുമേക്ക് വീഴും കറണ്ട് മിക്ക സ്ഥലങ്ങളിലും ഇല്ല അതിപ്പോ നമ്മള് കുറ്റം പറഞ്ഞിട്ട് കല ഈ മാതിരി മഴ പെയ്യണുണ്ട് അതുകൊണ്ടാ കേടാ അവൻ കാണിക്കണണ്ടാ അവന്റെ കളി അമ്മാമ ഉറക്കാൻ കൊണ്ടുപോകും അതിന് സ്പീഡിൽ ഞാൻ നോക്കുമ്പോ കൈമ പിടിച്ച് ചിരിച്ചൊരാള് വന്നിട്ടുണ്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ സീ യു. ലൈക്കൂല്ല ഒന്നുമില്ല. എവിടെ ലൈക്ക് ലൈക്ക് പറയും എവിടെ. ടാറ്റാ ബൈ ബൈ ഓക്കെ സീ യു.